everyone, welcome back to Students Guide. 10th പ്രിലിംസിൻ്റെ മുഴുവൻ എക്സാമും കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനി അതിൻ്റെ സ്റ്റേജ് 2 എക്സാം നടക്കാൻ പോവുകയല്ലേ. അപ്പോൾ അതിൻ്റെ അവസാന മുന്നൊരുക്കം, അതായത് ഒന്നുകൂടി റിവിഷൻ എന്ന പോലെ പ്രധാനപ്പെട്ട എല്ലാ PSC ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രക്ഷോഭം ഏത്? ആൻസർ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രക്ഷോഭമാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം. 2, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. 3, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. 4, കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ഏത്? ആൻസർ 1998 മെയ് 17. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം 1998 മെയ് 17. ആലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഉദ്ഘാടനം. 5, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ, തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ എന്നറിയപ്പെടുന്ന തുടയെല്ല്. 6, ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ കർണാടകയിലെ കാവേരി നദിയിലെ ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കർണാടകയിലെ കാവേരി നദിയിലെ ശിവസമുദ്രം പദ്ധതി. 7, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്ക്? ആൻസർ രാഷ്ട്രപതി. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. 8, കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ആൻസർ VT ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. 9, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. 10, രക്തം കട്ട പിടിക്കാതെ ദ്രാവക രൂപത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏത്? ആൻസർ ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കാതെ ദ്രാവക രൂപത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഹെപ്പാരിൻ. 11, ഇന്ത്യൻ ഭരണഘടനയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏത്? ആൻസർ ആർട്ടിക്കിൾ 360. ഇന്ത്യൻ ഭരണഘടനയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 360. 12, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം 1942. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി നൽകിയത് 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. 13, വനമഹോത്സവം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? KM മുൻഷി. വനമഹോത്സവം എന്ന ആശയം മുന്നോട്ട് വെച്ചത് KM മുൻഷി. 14, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. 15, പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്താണ്? ആൻസർ ഒന്നുമില്ല. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗതയാണ് പരമാവധിയുള്ള വേഗത. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നതായിട്ട് ഒന്നുമില്ല. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗതയാണ് പരമാവധി പോകുന്നത്. 16, കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. 17, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? 12 പേർ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണമാണ് 12. 18, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനസ്. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനസ്. 19, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ O നെഗറ്റീവ്. സാർവത്രിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O നെഗറ്റീവ്. 20, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? അയ്യപ്പൻ എന്ന കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്
കുഞ്ഞൻപിള്ള അല്ലെങ്കിൽ അയ്യപ്പൻ. 21 എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? കമലാ സുരയ്യയുടെ അഥവാ മാധവിക്കുട്ടി, രണ്ടും ഒരാൾ തന്നെയാണ് കേട്ടോ. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യയുടെ. 22 ഇന്ത്യയിൽ GST നിലവിൽ വന്ന തീയതി എന്ന്? 2017 ജൂലൈ 1. ഇന്ത്യയിൽ GST നിലവിൽ വന്ന തീയതിയാണ് 2017 ജൂലൈ 1. 23 ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. 24 കേരളത്തിൽ പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത്? ആൻസർ പാലക്കാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. 25 ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത്? പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് ആഗ്നാശയം എന്നറിയപ്പെടുന്ന പാൻക്രിയാസ്. 26 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോട്ടവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോട്ടവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 27 ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ കൂടിച്ചേർത്തത്? ആൻസർ 1976 42-ാം ഭേദഗതി. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത്? 1976 42-ാം ഭേദഗതി. 28 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏത്? ആൻസർ 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. 29 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ എന്ന വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ എന്ന വ്യാഴം. 30 ലോക സാക്ഷരതാ ദിനം എന്ന് ആഘോഷിക്കുന്നു? സെപ്റ്റംബർ 8. ലോക സാക്ഷരതാ ദിനം എന്ന് ആഘോഷിക്കുന്നു സെപ്റ്റംബർ 8. 31 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ആര്? ആൻസർ ഹാർഡിഞ്ച് പ്രഭു. വർഷം 1911. 31 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹാർഡിഞ്ച് പ്രഭുവാണ്. വർഷം 1911. 32 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ. 33 വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. 34 സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര? 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. 35 നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്ന്? 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. 36 സതി സമ്പ്രദായം നിർത്തലാക്കാൻ മുൻകൈ എടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് ആര്? രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായം നിർത്തലാക്കാൻ മുൻകൈ എടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. 37 ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. 38 കമ്പ്യൂട്ടറിൽ Ctrl+C എന്ന ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോപ്പിക്ക്. കമ്പ്യൂട്ടറിൽ Ctrl+C എന്ന ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോപ്പി. 39 സൂര്യനിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. 40 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? PT രാമൻ നായർ. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് PT രാമൻ നായർ. 41 ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന സ്ഥലം ഏതാണ്? പൊന്നാനി. ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി. 42 ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. 43 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്ഥാപിച്ചത് ആര്? പൊയ്കയിൽ യോഹന്നാൻ എന്ന പൊയ്കയിൽ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ എന്ന പൊയ്കയിൽ കുമാരഗുരുദേവൻ.
44. ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഹൈപ്പോതലാമസ്. ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. 45. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തരിശുഭൂമിയുള്ള സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തരിശുഭൂമിയുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. 46. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്ന നഗരം ഏത്? 1984 കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്ന നഗരം 1984 കൊൽക്കത്ത. 47. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI ദേശീയവൽക്കരിച്ച വർഷം ഏത്? 1949 ജനുവരി 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI ദേശീയവൽക്കരിച്ച വർഷമാണ് 1949 ജനുവരി 1. 48. ക്ലോറോഫില്ലിൽ അഥവാ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? മഗ്നീഷ്യം. ക്ലോറോഫില്ലിൽ അഥവാ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. ബാങ്ക് റോഡ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നഗരം ഏത്? കോഴിക്കോട്. ബാങ്ക് റോഡ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. 50. ലോക എയ്ഡ്സ് ദിനം എന്ന്? ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. 51. ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? മഹാത്മാഗാന്ധി. ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധി. 52. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏത്? ആൻസർ ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹമാണ് ഓസ്മിയം. 53. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. 54. ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളുകളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളുകളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. 55. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രമുഖ തുറമുഖ നഗരം ഏതായിരുന്നു? ഗുജറാത്തിലെ ലോത്തൽ. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രമുഖ തുറമുഖ നഗരം ഏതായിരുന്നു? ഗുജറാത്തിലെ ലോത്തൽ. 56. ഇന്ത്യയുടെ വിപ്ലവ ചിന്തകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യയുടെ വിപ്ലവ ചിന്തകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. 57. ചിപ്പി കൊണ്ട് ഓട് നിർമ്മിക്കുന്ന രീതി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമൻറ്റ് വ്യവസായം. ചിപ്പി കൊണ്ട് ഓട് നിർമ്മിക്കുന്ന രീതി സിമൻറ്റ് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 58. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ. ഏകദേശം 78% അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. ഏകദേശം 78%. 59. സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാരി ആര്? ഹുയാങ് സാങ്. സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വിദേശ സഞ്ചാരിയാണ് ഹുയാങ് സാങ്. 60. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. അപ്പോൾ ആദ്യ ഈ സാക്ഷരതാ ഗ്രാമം എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ്. ആദ്യത്തെ ഈ സാക്ഷരതാ ഗ്രാമം മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം. 61. അന്ധരായ ആളുകൾക്ക് വായിക്കാൻ സഹായിക്കുന്ന ലിപി ഏത്? ബ്രെയിലി ലിപി. അന്ധരായ ആളുകൾക്ക് വായിക്കാൻ സഹായിക്കുന്ന ലിപിയാണ് ബ്രെയിലി ലിപി. 62. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. 63. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആര്? KM മുൻഷി. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷി. 64. കേരളത്തിൽ പശ്ചിമഘട്ടമില്ലാത്ത ഒരേയൊരു ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിൽ പശ്ചിമഘട്ടമില്ലാത്ത ഒരേയൊരു ജില്ല ആലപ്പുഴയാണ്. 65. പെൻസിലിൽ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപഭേദം ഏത്? ഗ്രാഫൈറ്റ്. പെൻസിലിൽ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപഭേദമാണ് ഗ്രാഫൈറ്റ്.
66. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതാണ്? മഹാരാഷ്ട്രയിലെ താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം മഹാരാഷ്ട്രയിലെ താരാപൂർ. 67. കേരളത്തിലെ ഏറ്റവും ചെറിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരളത്തിലെ ഏറ്റവും ചെറിയ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 68. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. 69. ഗ്രീൻവിച്ച് സമയം അഥവാ GMT സമയം ആധാരമാക്കി ഇന്ത്യയിലെ സമയം എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഗ്രീൻവിച്ച് സമയം ആധാരമാക്കി ഇന്ത്യയിലെ സമയം എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. 70. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏത്? പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. 71. ചെമ്പക രാമൻ പിള്ള രൂപീകരിച്ച സംഘടന ഏതാണ്? ഇൻ്റർനാഷണൽ പ്രോ ഇന്ത്യ കമ്മിറ്റി. ചെമ്പക രാമൻ പിള്ള രൂപീകരിച്ച സംഘടനയാണ് ഇൻ്റർനാഷണൽ പ്രോ ഇന്ത്യ കമ്മിറ്റി. 72. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഞരമ്പ് ഏതാണ്? സയാറ്റിക് ഞരമ്പ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഞരമ്പാണ് സയാറ്റിക് ഞരമ്പ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. 74. മൂന്നാർ ഏത് അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? ദേവികുളം. മൂന്നാർ ഏത് അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? ദേവികുളം. 75. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? 1951-52. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1951-52. 76. വസന്തകാലത്തിൻ്റെ വസതി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ബാംഗ്ലൂർ. വസന്തകാലത്തിൻ്റെ വസതി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ. 77. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത്? ഏഞ്ചൽ വെള്ളച്ചാട്ടം, വെനസ്വേലയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം വെനസ്വേലയിലുള്ള ഏഞ്ചൽ വെള്ളച്ചാട്ടം. 78. പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ എന്നത് ഏതിൻ്റെ അളവാണ്? ദൂരം. പ്രകാശവർഷം എന്നത് ഏതിൻ്റെ അളവാണ്? ദൂരം. 79. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കവി ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കവിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. 80. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. 81. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ. 82. ഇലക്ട്രിക് ബൾബിൽ നിറക്കുന്ന വാതകം ഏത്? ആർഗൺ അല്ലെങ്കിൽ നൈട്രജൻ. ഇലക്ട്രിക് ബൾബിൽ നിറക്കുന്ന വാതകമാണ് ആർഗൺ അല്ലെങ്കിൽ നൈട്രജൻ. 83. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? പഴയ USSR ആയ റഷ്യയിൽ നിന്ന്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. റഷ്യയുടെ പഴയ പേരാണ് USSR. 84. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? സ്വാതി തിരുനാൾ. 1853 പൂർണ്ണമായിട്ടും റാണി ലക്ഷ്മിബായിയാണ് പ്രഖ്യാപിച്ചത്. തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ്. 1853 പൂർണ്ണമായിട്ട് റാണി ലക്ഷ്മിബായിയാണ് പ്രഖ്യാപിച്ചത്. 85. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ. 86. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. 87. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അഥവാ ഐസ്ലാൻഡ് ഏതാണ്? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അല്ലെങ്കിൽ ഐസ്ലാൻഡ് ഏതാണ്? ഗ്രീൻലാൻഡ്. 88. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ്? കരൾ. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ്? കരൾ. 89. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് മൃഗത്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് മൃഗത്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിനാണ്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതിൽ. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അസമിൽ.
90. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ആര്? 1556 ഗോവയിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് 1556 ഗോവയിൽ പോർച്ചുഗീസുകാർ. 91. ത, ത, ആ എന്നീ അക്ഷരങ്ങൾ ഏത് വർഗത്തിൽ പെടുന്നു? തവർഗം അഥവാ ദന്ത്യങ്ങൾ. ത, ത, ആ എന്നീ അക്ഷരങ്ങൾ ഏത് വർഗത്തിൽ പെടുന്നു? തവർഗത്തിൽ. ദന്ത്യങ്ങൾ എന്നും മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. 92. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? വിസ്തീർണത്തിൽ വേമ്പനാട്ട് കായലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ട് കായൽ. 93. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. 94. ഐത്തത്തോടും ജാതി വ്യവസ്ഥയോടും പോരാടാൻ സംഘടന കൊണ്ട് ശക്തരാവുകയും എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ശ്രീനാരായണ ഗുരു. ഐത്തത്തോടും ജാതി വ്യവസ്ഥയോടും പോരാടാൻ സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന് ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരു. 95. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 96. കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി ഏതാണ്? റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി ഏതാണ്? റാം എന്നറിയപ്പെടുന്ന റാൻഡം ആക്സസ് മെമ്മറി. 97. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. 98. കേരള ഭാഷാ രാമായണം രചിച്ചത് ആര്? എഴുത്തച്ഛൻ. കേരള ഭാഷാ രാമായണം രചിച്ചത് എഴുത്തച്ഛൻ. 99. പ്ലീഹ അഥവാ സ്പീൻ ഏത് വ്യവസ്ഥയുടെ ഭാഗമാണ്? ആൻസർ പ്രതിരോധ വ്യവസ്ഥ അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. 99ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. പ്ലീഹ ഏത് വ്യവസ്ഥയുടെ ഭാഗമാണ്? ആൻസർ പ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. 100ാമത്തെ ചോദ്യം. സാരെ ജഹം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഇനി നമുക്ക് കുറച്ച് ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതും 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് കേരള ചരിത്രം ആൻഡ് നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 2. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 3. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? ആൻസർ 1924. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924. 4. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. 5. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത്? 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. 6. പ്രാചീന മലയാളം എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ആര്? ചട്ടമ്പിസ്വാമികൾ. പ്രാചീന മലയാളം എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ചട്ടമ്പിസ്വാമികൾ. 7. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 8. തിരുവിതാംകൂറിൽ സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം വിളംബരം ചെയ്ത ഭരണാധികാരി ആര്? റാണി ഗൗരി പാർവതി ബായി. വർഷം 1817. തിരുവിതാംകൂറിൽ സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം വിളംബരം ചെയ്ത ഭരണാധികാരി റാണി ഗൗരി പാർവതി ബായിയാണ്. വർഷം 1817. 9. അയ്യങ്കാളിക്ക് പുലയ രാജ എന്ന വിശേഷം നൽകിയത് ആര്? മഹാത്മാഗാന്ധി. അയ്യങ്കാളിക്ക് പുലയ രാജ എന്ന വിശേഷണം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. 10. മലബാർ കലാപം നടന്ന വർഷം ഏത്? 1921. മലബാർ കലാപം നടന്ന വർഷം 1921.
ഇനി ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിലെ കുറിച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. 11. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 12. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. 13. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി ഏത്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. 14. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? 15. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. 16. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. 17. വിവരാവകാശ നിയമം അഥവാ RTI നിലവിൽ വന്ന വർഷം ഏത്? 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12. 18. പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഏത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1992 73-ാം ഭേദഗതിയുമായി. പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഏത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1992 73-ാം ഭേദഗതിയുമായി. 19. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 1988 61-ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 1988 61-ാം ഭേദഗതി. 20ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആര്? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ഇനി അടുത്തത് ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻസ് ആണ്. 21. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ 244 കിലോമീറ്റർ. 22. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടു കായൽ. 23. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി 2695 മീറ്റർ. 24. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. 25. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഗുജറാത്ത്. 26. ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്കാക്കുന്ന രേഖാംശം ഏത്? 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്കാക്കുന്ന രേഖാംശമാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. 27. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മു കാശ്മീരിലെ വൂളാർ തടാകം. 28. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. 29. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എത്ര? 1200 മീറ്റർ. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 1200 മീറ്റർ. 30. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജാർഖണ്ഡിലെ ദരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ദരിയയിലാണ്. ഇനി അടുത്ത ശാസ്ത്രമേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 31. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ അഥവാ ലിവർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ഓർ ലിവർ. 33. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ.
34 രാത്രി അന്ധതയ്ക്ക് അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്ന വൈറ്റമിൻ കുറവ് ഏതാണ്? വൈറ്റമിൻ എ. രാത്രി അന്ധതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. 35 പ്രകാശത്തിൻ്റെ വേഗത ശൂന്യതയിൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അഥവാ 3 ലക്ഷം km/s. പ്രകാശത്തിൻ്റെ വേഗത ശൂന്യതയിൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ 3 ലക്ഷം km/s. 36 ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കാത്ത മാധ്യമം ഏത്? ശൂന്യത. ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കാത്ത മാധ്യമമാണ് ശൂന്യത. 37 പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. 38 ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയസ്. അതിൽ പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയിട്ടുണ്ട്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയിരിക്കുന്നത്. 39 വൈദ്യുതി അളക്കുന്നതിനുള്ള സാർവദേശീയ യൂണിറ്റ് ഏത്? ആംപിയർ. വൈദ്യുതി അളക്കുന്നതിനുള്ള സാർവദേശീയ യൂണിറ്റാണ് ആംപിയർ. 40 എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് ഏത്? HIV. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസാണ് HIV. HIVൻ്റെ ഫുൾ ഫോമാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇനി അടുത്തത് ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും GK എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 41 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC രൂപീകൃതമായ വർഷം ഏത്? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC രൂപീകൃതമായ വർഷം 1885. 42 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. 43 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഏത്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം 1942 ഓഗസ്റ്റ് 8. 44 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. 45 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? 1975 ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? 1975 ആര്യഭട്ട. 46 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏത്? 1989 കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം 1989 കോട്ടയം. 47 കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നതാണ് CPUവിൻ്റെ പൂർണ്ണരൂപം. 48 WWWൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് വെബ്. WWWൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് വെബ്. 49 ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത് ആര്? വാലന്റൈൻ ചിറോൾ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ചിറോൾ. 50 സതി സമ്പ്രദായം നിരോധിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആര്? വില്യം ബെന്റിക് പ്രഭു. വർഷം 1829. സതി സമ്പ്രദായം നിരോധിച്ച ബംഗാൾ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. 1829. ഇനി അടുത്ത നമുക്ക് മലയാളത്തിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. 51 പിതൃപാദം പിരിച്ചെഴുതുക. ആൻസർ പിതാവിൻ്റെ പ്ലസ് പാദം. പിതൃപാദം പിരിച്ചെഴുതുക. പിതാവിൻ്റെ പ്ലസ് പാദം. 52 വിദ്യാധനൻ ഏത് സമാസമാണ്? ആൻസർ രൂപക സമാസം. വിദ്യാധനൻ ഏത് സമാസമാണ്? രൂപക സമാസം. 53 അക്ഷരത്തെറ്റില്ലാത്ത പദം ഏത്? സ്ഥിര ആവർത്തനം, വിഭൂതി, അവിഭൂതി, ശുശ്രൂഷ, ഉജ്ജ്വലം. ആൻസർ ഉജ്ജ്വലം. ജ്വ എന്നത് ശ്രദ്ധിക്കണം. അക്ഷരത്തെറ്റില്ലാത്ത പദം ഏതാണ്? ഒന്നുകൂടി നോക്കാം. വിഭൂതി, അവിഭൂതി, ശുശ്രൂഷ, ഉജ്ജ്വലം.
ഉജ്ജ്വലമാണ് അക്ഷരത്തെറ്റില്ലാത്ത പദം. 54 ആകാശത്തിലെ പൂവ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഇല്ലാത്ത അല്ലെങ്കിൽ അസാധ്യമായ കാര്യം. ആകാശത്തിലെ പൂവ് എന്ന ശൈലിയുടെ അർത്ഥം ഇല്ലാത്ത അല്ലെങ്കിൽ അസാധ്യമായ കാര്യം. 55 അപ്പോത്തിക്കിരി എന്നത് ഏത് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പദമാണ്? ഡച്ച്. അപ്പോത്തിക്കിരി എന്നത് ഏത് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പദമാണ്? ഡച്ച്. ഇനി അടുത്ത് കുറച്ച് ജനറൽ ഇംഗ്ലീഷ് നോക്കാം. 56 ഹി ഈസ് ഡാഷ് യൂറോപ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. യൂറോപ്യൻ എന്ന വ്യഞ്ജനാക്ഷര ശബ്ദത്തിൽ തുടങ്ങുന്നതിനാൽ എ വരുന്നു. ഒന്നുകൂടി നോക്കാം. ഹി ഈസ് ഡാഷ് യൂറോപ്യൻ. യൂറോപ്യൻ വരുന്നതിനാൽ എ വരുന്നു. 57 വാട്ട് ഈസ് ദ സിനോണിം ഓഫ് അബുണ്ടൻറ്റ്? ആൻസർ പ്ലെൻറ്റിഫുൾ ആംബിൾ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് അബുണ്ടൻറ്റ്? പ്ലെൻറ്റിഫുൾ ആംബിൾ. 58 പ്ലൂറൽ ഫോം ഓഫ് ക്രിട്ടീരിയൻ. ആൻസർ ക്രിട്ടീരിയ. ഒന്നുകൂടി നോക്കാം. പ്ലൂറൽ ഫോം ഓഫ് ക്രിട്ടീരിയൻ ക്രിട്ടീരിയ. 59 സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദി റൈസ്. ആൻസർ വിൻസ്. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദി റൈസ് വിൻസ്. 60 ഹി ഹാസ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 2010. ആൻസർ സിൻസ്. ഹി ഹാസ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 2010 സിൻസ്. ഇനി അടുത്തത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നോക്കാം. 61 ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അതിൻ്റെ സമവാക്യം എന്നത് n+1/2 ആണ്. അപ്പോൾ ആദ്യത്തെ 10 സംഖ്യ ആയതുകൊണ്ട് 10 + 1/2 = 5.5. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 5.5. 62 ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ ഏത്? 2. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2. 63 ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിപ്പിക്കുകയും വീതി 10% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? 1% കുറയുന്നു. ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിപ്പിക്കുകയും വീതി 10% കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവിൽ ഉണ്ടാകുന്ന മാറ്റം 1% കുറയുന്നു. 64 ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64, 100, 125. ആൻസർ 100 ആണ്. മറ്റുള്ളവ ക്യൂബ് സംഖ്യകളാണ്. 2×3, 3×3, 4×3, 5×3 അങ്ങനെയാണ്. 100 എന്നതിൻ്റെ വർഗ്ഗമാണ് 10×2. 65 ഒരു ക്ലോക്കിൽ സമയം 3 ആകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് എത്ര? ആൻസർ 90 ഡിഗ്രി. ഒരു ക്ലോക്കിൽ സമയം 3 ആകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 90 ഡിഗ്രി. അടുത്തത് നമുക്ക് കായിക മേഖല പുരസ്കാരങ്ങൾ എന്ന ഭാഗം നോക്കാം. 66 ഒളിമ്പിക്സ് കൊടിയിലെ 5 വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ 5 ഭൂഖണ്ഡങ്ങളെ. ഒളിമ്പിക്സ് കൊടിയിലെ 5 വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? 5 ഭൂഖണ്ഡങ്ങളെ. 67 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലം ഏത്? ന്യൂഡൽഹി. വർഷം 1951. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലം ന്യൂഡൽഹി. വർഷം 1951. 68 ഇന്ത്യയിൽ പരമോന്നത കായിക പുരസ്കാരം ഏത്? മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. അതിൻ്റെ മുമ്പ് രാജീവ് ഗാന്ധി ഖേൽ രത്ന ആയിരുന്നു. ഇന്ത്യയിൽ പരമോന്നത കായിക പുരസ്കാരം മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡാണ്. അതിന് മുമ്പ് രാജീവ് ഗാന്ധി ഖേൽ രത്ന ആയിരുന്നു. 69ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി ആര്? ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി ജി ശങ്കരക്കുറുപ്പ് 1965 ഓടക്കുഴൽ എന്ന കൃതിക്ക് ലഭിച്ചു. 70 കേളസിംഹം എന്നറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജ. കേളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. ഇനി അടുത്തത് IT ആൻഡ് സൈബർ ലോയിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 71 കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറി ഏത്? ആൻസർ റാം. റാൻഡം ആക്സസ് മെമ്മറി. 72 ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിൻഡൻ സർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻ സർഫ്. 73 ഇന്ത്യയിൽ സൈബർ നിയമം അഥവാ IT ആക്ട് നിലവിൽ വന്ന വർഷം? 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ സൈബർ നിയമം അഥവാ IT ആക്ട് നിലവിൽ വന്ന വർഷം? 2000 ഒക്ടോബർ 17. 74 PDF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്.
PDF എന്നതിൻ്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. 75 ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? പരം 8000. ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000. ഇനി ആവർത്തിച്ചു വരുന്ന മറ്റ് പ്രധാന ക്വസ്റ്റ്യൻസ് നോക്കാം. 76 ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ആര്? മഹാത്മാഗാന്ധി. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് മഹാത്മാഗാന്ധി. 77 കിസാൻ ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ചൗധരി ചരൺ സിംഗ്. കിസാൻ ഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ചൗധരി ചരൺ സിംഗ്. 78 ലോക മനുഷ്യാവകാശ ദിനം എന്ന്? ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 79 കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ ഇരവികുളം. 1978. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം സ്ഥാപിച്ചത് 1978. 80 വന്ദേ മാതരം ആനന്ദ് മഠം എന്ന നോവലിൽ നിന്ന് എടുത്തതാണ്. ഇത് രചിച്ചത് ആര്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം ആനന്ദ് മഠം എന്ന നോവലിൽ നിന്ന് എടുത്തതാണ്. ഇത് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 81 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീവി. 82 തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. 83 പച്ചക്കറികൾ കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി. പച്ചക്കറികൾ കഴുകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. 84 പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ ഏതിൻ്റെ യൂണിറ്റാണ്? ദൂരം അഥവാ ഡിസ്റ്റൻസ്. പ്രകാശവർഷം ഏതിൻ്റെ യൂണിറ്റാണ്? ദൂരം അഥവാ ഡിസ്റ്റൻസ്. 85 കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? ആൻസർ ചിന്നാർ ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന സ്ഥലം ചിന്നാർ ഇടുക്കി. ഇതോടെ നമ്മൾ 10th പ്രിലിംസിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് 10th പ്രിലിംസ് എക്സാമിന് വരിക. ഇതെല്ലാം തന്നെ മുമ്പ് 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മാതൃക മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബായ്. പിന്നെ അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ VFA അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. സൗജന്യ ക്ലാസ്സുകളാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബായ്.